പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കാർ ഫോർ സെയിലായിട്ടാണ്. അപ്പം നമ്മൾ ഇതെന്താ സംഭവം ഓക്കെ അത് വേണ്ടാണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു വണ്ടി വേണം. നല്ലൊരു വണ്ടി അപ്പം വന്നാണ്. ഇതേതാ വണ്ടി? ബെൻസിൻ്റെ വണ്ടിയേ കണ്ടിട്ട് ബെൻസിൻ്റെ വണ്ടി വേണമെന്നല്ലോ. അല്ല എത്ര 87,000 നമ്മുടെ ഇല്ലേ. നമ്മൾ വെറും പാവങ്ങൾ. ഓക്കെ ഈ വണ്ടിക്ക് എത്ര ആക്കിയാ കാണാൻ നല്ല ലുക്കുണ്ട്. ഇത് എടുത്ത സൂപ്പറായിരിക്കും. നമുക്കൊരു ബാർഗഞ്ച് 10,000 രൂപ ചോദിച്ചു നോക്കാം, കിട്ടുമെന്നറിയാമോ? എന്നൊരു നമുക്കൊരു 12,000 ചോദിച്ചു നോക്കാം. വേറെ വഴിയില്ല കഴിച്ച് ഞാൻ അങ്ങ് മേടിച്ചേച്ചു. നമുക്ക് വേറെ വല്ല ഉണ്ടോന്ന് നോക്കാം. വന്നതല്ലേ. ഇതേതാ വണ്ടി? ഫോർഡ് മസ്താങ്. അയ്യോ കാർ മാർക്കറ്റ് ക്ലോസ് ആയോ? ഈ വണ്ടിയെങ്കിലും കിട്ടി നമുക്ക് ഇങ്ങോട്ട് ഇട്ടേക്കാം. ചെറിയൊരു ചുമയാണ്, പനിയാണ്. നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ അപ്പോൾ കേസ് ഈ വണ്ടിക്ക് ഒച്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് ടർബോ ഒക്കെ ഉള്ള വണ്ടിയാണ്, ചുമ്മാ നിസാര വണ്ടിയൊന്നും അല്ല കിട്ടിയത്. ഇത് ഡ്രിഫ്റ്റ് കിറ്റ് റേസ് കിറ്റും ഒക്കെയുള്ള വണ്ടിയാണ്. ഞാനിത് മൊത്തം മോഡിഫൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ പകുതി മോഡിഫൈ ചെയ്തത് ഞാനാട്ടോ. ഈ വണ്ടി മോഡിഫൈ ചെയ്ത് മൊത്തം ഞാനാണ് കേസ്. വണ്ടി ഡാമേജ് ആയി, ആ കറക്കി എടുത്താണ്. പക്ഷേ ഈ സാധനം ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നല്ല വണ്ടി നമുക്ക് കിട്ടിയ ഞാൻ അതും മോഡിഫൈ ചെയ്ത് അത് മോഡിഫൈ ചെയ്യും ഞാൻ. ഇതിനെക്കാട്ടിലും നല്ല വണ്ടി നമുക്ക് കിട്ടിയാൽ മാത്രം. ഞാൻ എൻ്റെ ഒരു നോട്ടം എന്ന് വെച്ചാൽ ഒരു GTR ആണ് ഗൈസ്. ഒരു നിസാൻ GTR ആണ് എനിക്ക് വേണ്ടത്. പക്ഷേ അതൊന്നും കിട്ടുന്നില്ല, കുറേ നോക്കി. പിന്നെ നമ്മളിത് കളിക്കുമ്പോൾ Day 7 നമുക്കൊരു നിസാൻ GTR ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊന്ന് കിട്ടുക. അയ്യോ ഇതിന് കാർ ഓപ്ഷൻ ഉണ്ടല്ലോ. അയ്യോ ഗൈസ് ബില്ല്. ഓക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് വേഗം വിടാം. ആട്ടെ ബില്ലും അടച്ച് എത്ര മണിക്ക് ഗൈസ്? 4 PM. നമുക്ക് അതിൻ്റെ സ്പീഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഗൈസ് എന്തായാലും വന്നാണ്. നമുക്കൊരു ഓപ്ഷനുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയേക്കാം. അല്ല നമ്മൾ പിന്നെ വരേണ്ട വരും. അല്ലെങ്കിൽ നമുക്കൊരു പണി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ വന്നിട്ട് ടിക്കറ്റ് എടുക്കേണ്ടി വരും. കേട്ടോ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല ഗൈസ്, അതാണ് എൻ്റെ വിഷമം. നമുക്കൊക്കെ നമ്മൾ മേടിച്ച വണ്ടി നമുക്ക് ആദ്യം നമുക്കൊന്ന് പണി ചെയ്യാം കേട്ടോ. ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് തുടയ്ക്കാട്ടോ നേരത്തെ. അത് തുടച്ച് ക്ലീൻ ആക്കാം. വണ്ടി നല്ല വൃത്തിക്ക് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ബ്ലാക്ക് കളർ തന്നെ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ഇതിന് ചൂസ് ചെയ്തത്. നമുക്ക് ഇത് ഇവിടെ ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് മൊത്തം പൊടിയാണ് ഈ വണ്ടി. ഇതുവരെ എവിടെ നിർത്തണമെന്നും ഉണ്ടാക്കിയ അല്ല, ഞാൻ വേണം ഇത് ഓടിച്ചിട്ട് റേസ് കിറ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇത് വേഴ്സൺ വണ്ടി ആക്കി എടുക്കുക. എൻ്റെ സ്വഭാവം അതാണ്. പക്ഷെ ഇത് വേഴ്സൺ വണ്ടി ആക്കി എടുത്താലും വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക്. കാരണം ഇത് നല്ല വണ്ടിയാണ്, കാണാൻ നല്ല ലുക്കുണ്ട്. ഇതിൻ്റെ സൗണ്ടൊന്നും എനിക്കറിയത്തില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഒന്നുകൂടെ. ഇത് മൊത്തം ക്ലീൻ ആയില്ലല്ലോ. ഇത് മൊത്തം പൊടിയെ കഴിച്ച് ഇത് ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓഫീസ് നേരെ സ്റ്റാർട്ടും ആയിട്ടില്ല. 4 മണിക്ക് ഓപ്ഷൻ തുടങ്ങും. ഇതിനകത്ത് വിൽക്കാനുള്ള വണ്ടിയാണേ.
ഇത് കുറേ നേരം എടുക്കൂല ഗൈസ്. നല്ല പണിയാണ്. അടുത്ത നമ്മുടെ ഓടി നമുക്ക് റിപ്പയർ ചെയ്യാനിട്ടിട്ട് പോവാം. കാരണം അത് ഒരിത്തിരി സീനായി കിടക്കുമല്ലേ, എവിടെയോ ഒരു ഡാമേജ്. ഗൈസ് ഇതിന് ബ്രേക്ക് ഉണ്ടോ? ഒരു നൈട്രോസും ഇല്ലാതെ പടക്കാണ്ടി ഗൈസ്. കാറ് 66 ചെറിയ പണിയല്ലേ ഉള്ളൂ, പെട്ടെന്ന് തീരും. നമുക്ക് അന്നേരത്തേക്കും പോയി നമ്മുടെ ഷോപ്പ് ഓപ്പൺ, ഈ വണ്ടി സെയിലിടാം. അത് റിപ്പയർ ആയിട്ടുണ്ട്, നമുക്ക് സീനില്ല. നമുക്ക് ഈ വണ്ടി സെയിലിട്ടിട്ട് വേണം നമുക്ക് പോവാൻ. ഇതാണ് നമുക്ക് ഇടേണ്ട വണ്ടി. ഇത് നമുക്ക് 10,000 രൂപയ്ക്കല്ല മേടിച്ചത്, നമുക്കൊരു 25,000 രൂപയ്ക്ക് ഇടാം. വിറ്റ് പോകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ കിടക്കുന്ന വണ്ടി നമുക്ക് ഒന്ന് വൃത്തിയാക്കണം. അന്നേരത്തേക്ക് നമുക്ക് പോയി ബില്ല് പേ ചെയ്യാനുണ്ട്. നമുക്ക് ഇത് നമ്മുടെ വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ഈ ബില്ലൊക്കെ പേ ചെയ്യാൻ. കുറച്ച് പണിയുണ്ട് കേട്ടോ. എല്ലാ വണ്ടിയും നമുക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം തുടച്ചാൽ മതി. 2 രൂപ അത് മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു ഓടി ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വണ്ടി ഞാൻ ഒരിക്കലും വിൽക്കത്തില്ല. ഇതെൻ്റെ പേരിലുണ്ട്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ അത്ര മോഡിഫൈ ചെയ്തതാണ്. ഇതൊരു 1,00,000 രൂപ കിട്ടാലും വിറ്റ് പോകുന്നതാണ് എൻ്റെ വിധിഗമനം. നമുക്ക് ഇപ്പം നിലവിൽ വേറെ വണ്ടിയൊന്നും ഇല്ല. നമുക്ക് ഈ ബില്ല് നടച്ചിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ആൾ വരുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യം നമുക്ക് ബില്ല് എത്രയാണ് കഴിയുക. ആ പുള്ളിയുടെ ശമ്പളം എല്ലാം കണക്കോ. വെപ്പേജ് 6 ബാങ്ക് ബില്ലല്ലേ, എത്ര ഗൈസ് ബില്ല്? അതും പേ ചെയ്ത് ഗൈസ്. എന്താ സുഖം. ഒരാൾ വന്നിട്ടുണ്ട്, ഒരാളുള്ളൂ. അയ്യോ ഗൈസ്, ഈ വണ്ടി ക്ലീൻ ചെയ്തില്ല. ക്ലീൻ ചെയ്തിട്ടേ ഞാൻ തരുന്നുള്ളൂ, എന്നാലേ പുള്ളി വില പറയത്തുള്ളൂ. ഗൈസ് ഈ കൊല്ലത്ത് ഞാൻ എന്തായാലും ഈ വണ്ടി വിൽക്കാൻ പോണില്ല. ക്ലീൻ ചെയ്തിട്ടേ ഞാൻ കൊടുക്കൂളൂ ഗൈസ്. എംപ്ലോയി ഒന്നും നമ്മൾ നോക്കൂല. ഈ വണ്ടി ഞാൻ വന്നതേ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ വന്നതാണ്. എൻ്റെ കുഴപ്പമല്ല ഗൈസ്. ഇത് ശരിക്കും മറ്റേ നൈട്രോസ് ഉള്ള വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെ, ഈ വണ്ടിക്ക് നൈട്രോസ് ഉണ്ട് കേട്ടോ. ഇതൊരു ഓടിയാണ് കേട്ടോ. ഓടിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. നോക്കട്ടെ. അതായത് ഈ ഒരു ഓടിയാണ്. ഓടി R3 അങ്ങനെയാണ് എൻ്റെ പേര്. 1,00,000 രൂപയാണ് ഈ വണ്ടി ഇട്ടേക്കുന്നത്. അങ്ങനെ 50,000 ചോദിച്ചു നോക്കാം. ചേട്ടൻ സ്ഥലം വിട്ടോ. ഈ വണ്ടി വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. ഈ ചേട്ടൻ എത്ര ആയത്? പുള്ളി 44,000 പറയുന്നുണ്ട്. നമുക്കൊരു 46,000 ചോദിച്ചു നോക്കാം. വണ്ടി മേടിച്ചിട്ട് പോയിട്ടോ. അപ്പോൾ ഈ ചേട്ടന് പുള്ളിനെ കാണുമ്പോൾ അറിയാം, വയസ്സായ പുള്ളിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നോക്കാനാണ് പുള്ളി വന്നേക്കുന്നത്. നല്ല പുത്തൻ വണ്ടി ഗൈസ്. ഹൈ ബ്രോ, 25,000 അത് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 17,000, ഒരു 20,000 എന്ന വണ്ടി വന്നേക്കാം. എന്ന വണ്ടി വന്നേക്കാം. എന്നാൽ 18,200 രൂപ അല്ല, വേണ്ട, 100 രൂപ. ഈ വിലയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ ചേട്ടൻ വണ്ടി എടുത്തോണ്ട് പോകുമോ? ആ വണ്ടിയും പോയി കിട്ടി. ഇപ്പം 2 PM നമുക്ക് പെട്ടെന്ന് പോകട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് സമയം 2:30 നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ നടക്കുന്നിടത്ത് പോകാം. നമുക്ക് ഈ വണ്ടി തന്നെ എടുത്തോണ്ട് പോകാം ഗീസ്. അപ്പോൾ ഗീസ്, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് ഇട്ടേക്കുന്നത്. E23 ഗെയിമിംഗ് എന്നാണ്. ഞാനത് E23 എന്ന് മാത്രം ആക്കിയിട്ടുണ്ട്. റേസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ റേസ് കളിച്ചാൽ പണി പാളും. എനിക്ക് എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് ഒരു ഡോഡ്ജ് ചലഞ്ചർ പോയി. എൻ്റെ അല്ല കേട്ടോ, എൻ്റെ പോയത് വേറൊരു കാറാണ്.
എൻ്റെ ഒരു ഏതോ ഒരു BMW ഒരു വണ്ടിയായി പോയെ. ആ വീഡിയോ ഇന്നലെ റെക്കോർഡ് ആയിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓപ്ഷൻ നടക്കുന്നവർ നമ്മളെന്താ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓടി. ഓക്കെ, തുടങ്ങാനായിട്ടുണ്ട്. നമുക്ക് തുടങ്ങാനിരിക്കാം. ഓക്കെ, അധികം നേരമൊന്നുമില്ല തുടങ്ങാൻ. നല്ല വണ്ടി കാണുവാണ് ഞാൻ ബുക്ക്. ഞാൻ അവസാനത്തെ വണ്ടി വരെ വെയിറ്റ് ചെയ്യാൻ പോയി. അങ്ങനെ ഡോൾജ് ചലഞ്ചർ കണ്ട ഞാൻ അന്നേരം ബുക്കും. ഡോൾജ് ചലഞ്ചർ കണ്ട ഞാൻ ബുക്ക് ഉറപ്പാണ്. ഓക്കെ, തുടങ്ങിയിട്ടുണ്ട്. ആ വണ്ടി എനിക്ക് വേണ്ട, ഞാൻ തൊടുന്നില്ല. നമുക്ക് ചുമ്മാ തുടങ്ങി വെച്ചേക്കാം. ബാക്കി അവരെ തുടങ്ങിക്കോളൂ. ഞാനൊന്നും ചെയ്യില്ല ഗൈസ്. ഇല്ല, ഞെക്കിയ പൈസ മുമ്പ് വരാം. ആരാണ്ടാണ് വിളിക്കുന്നുണ്ട്. ഞാനൊരു നല്ല വണ്ടി കിട്ടിയാൽ അന്നേരം പോക്കുള്ളൂ, അല്ലാതെ അത് വരെ ഞാൻ ഒന്നും ചെയ്യല്ല. എനിക്കൊരു ശബ്ദം പറ്റില്ല. അവസാനം ഒരു GTR ഇറന്നിട്ട് എനിക്ക് കിട്ടിയില്ല. പോർഷ പൊക്ക്. അയ്യോ, എനിക്ക് വേണ്ട. ഇതതിന് വില ഞാൻ നോക്കിയില്ല. ഒരു പോർഷാണത്. അയ്യോ, കാശില്ല, എന്ത് ചെയ്യാനായി. അത് ഈ വണ്ടിയാണ്. അതിന്റെ ആ ഒരു തുടക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി. എട്ടരക്കൊക്കെ വണ്ടി വിറ്റ് പോകുന്നേ. കണ്ട് കൊതിയാ അത്. ആ വണ്ടി നമുക്ക് കിട്ടിയില്ല. നല്ല വണ്ടി ഗേസ്. നമുക്ക് ഒരു നല്ല വണ്ടി കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ ഓടി അങ്ങ് വിൽക്കും. എന്നിട്ട് ഞാൻ ഇത് കണ്ട്, ഇത് പോർഷെ 911 ആണ് ഗേസ്. ഇത്രയും വിലക്ക് ഈ വണ്ടിയൊക്കെ പോയോ? ഓ, ഗേസ് 6 ലക്ഷത്തേക്ക് തുടങ്ങിയ വണ്ടി 9 ലക്ഷം കഴിഞ്ഞ് ഗേസ്. ഇതൊന്നും കഴിയും തോന്നുന്നില്ല. അത് എത്ര നേരമായി? ആണോ, 10 ലക്ഷമായി. അത് എനിക്ക് എടുക്കണമെന്ന് താല്പര്യമില്ല, കാരണം അത് നല്ല വണ്ടിയാണ്. പക്ഷേ അത് കാര്യം പറഞ്ഞ ഒരു ടൊയോട്ടയുടെ JF ക്രൂസർ, ലാൻഡ് ക്രൂസർ ആയിരിക്കും. എനിക്കറിയില്ല, എനിക്ക് വണ്ടിയുടെ പേരൊന്നും അറിയത്തില്ല. ആകെ അറിയാവുന്ന ഈ വണ്ടിയുടെ ആയിരുന്നു പോർഷെ 911. എടുക്കുന്നില്ല. അത്രയും നിവൃത്തിയില്ലെങ്കിൽ അവസാനത്തെ വണ്ടി നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെങ്കിൽ ഞാൻ അവസാനത്തെ വണ്ടി മേടിച്ചുകൊണ്ട് പോയി. വേണമെങ്കിൽ എനിക്ക് എപ്പോഴും ഈ വണ്ടി മേടിക്കാം. ഞാൻ മേടിക്കാതിരിക്കുന്നതാണ്. നമ്മുടെ ഓടി 1 ലക്ഷം രൂപ കിട്ടാലും വിറ്റ് പോകുന്ന വണ്ടിയാണ്. ഞാൻ ഇടാതിരിക്കുവാണ്. അതും പോയി ഗേസ്. ഓടി അല്ലേ, ഓടി Q2 ഞാൻ പൊക്കിയാണ്. ഞാൻ നഞ്ഞൊന്നും കാണിക്കുന്നില്ല. ഞാൻ വില കൂട്ടിയിടാൻ പോവാ ഗേസ്. ഓടി കണ്ടാൽ എനിക്ക് ഭ്രാന്താണ്. അത് ഞാൻ മേടിച്ചു ഗേസ്. ഒന്നും നോക്കിയില്ല. ഈ വണ്ടിയാണ് ഞാൻ മേടിച്ചത്. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 50,000 രൂപയ്ക്ക് വിറ്റ് പോകുന്നത്. നമുക്കിത് ഇങ്ങോട്ട് വിടാം. എന്തായാലും ആ വണ്ടി ഞാൻ പേഴ്സണൽ വണ്ടി ആക്കുമെന്ന് ആരും വിഷമിക്കരുത് കേസ്. ഞാൻ ഒരിക്കലും എടുക്കുമല്ല. വിട്ട് കയറാട്ടെ. അത് കയറുമെന്ന് എനിക്കറിയത്തില്ല. പൊത്തി അടിച്ച് വീണുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് എന്തായാലും.
ഗൈസ് ഇങ്ങനെ പാസ് ചെയ്താൽ നമുക്ക് HP കിട്ടുമോ? അയ്യോ അടിച്ചേ. നമുക്ക് അധികമൊന്നും വേണ്ട, പെട്ടെന്നാവും. ഇന്നും കാർ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഈ വണ്ടി കൊണ്ടുപോയി റിപ്പയറിങ്ങിന് ഇടേണ്ട വരുമോ? ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഗൈസ് ഈ വണ്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ലേ? അപ്പം ഞാനതിന് ഇവിടെ കൊണ്ടുവന്നിട്ടാ ഞാൻ ചമ്മി. അല്ല ഞാനിത് ഓപ്ഷനും എടുത്ത് വണ്ടിയില്ലേ പറയുന്ന പോലെ. ഫസ്റ്റ് ഡ്രൈവാണ് ഗൈസ്. ഇത് മൊത്തം പൊടിയാണ്. ഇത് എങ്ങനെയാണ് ഇവിടെ ഇടുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഓടിയാണ് മര്യാദയ്ക്ക്. ആ രണ്ടാമതൊന്നും വണ്ടി മേടിച്ചത് സെയിം വണ്ടിയായിരുന്നു, ഡിഫൻഡർ. സാരമില്ല സാരമില്ല, നമുക്കിത് അങ്ങ് ചെയ്യാം. നമുക്ക് ഇന്നലെ ഇത് വേഗം ഒന്ന് ക്ലീൻ ആവട്ടെ. ഇത് സെയിലിട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് വേഗം കൊണ്ട് അപ്പുറത്ത് ഇട്ടിട്ട് നമുക്ക് മറ്റേ വണ്ടി എടുത്തുകൊണ്ട് വരേണ്ടതാണ്. നമുക്ക് ആ വണ്ടി എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യമൊക്കെ. ഓടിയില്ലാതൊരു പണി നടക്കൂല ഗൈസ്. നമ്മൾ ഇന്നൊരു റേസും ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് നോക്കി മറ്റേ വണ്ടി സെയിലിട്ടിട്ട് വേണം നമുക്ക് ബാക്കി പണി ചെയ്യാൻ. ഈ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത വണ്ടിയാണ് ഗൈസ്. കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ ഞാൻ അന്നേരം റിപ്പയർ ചെയ്യാറാണ്. നമുക്ക് പെട്ടെന്ന് ഈ വണ്ടി സെയിലിടാം. 2 ഓടിയുണ്ട്. ഇതിലേതാണെന്ന് മാത്രം എനിക്കറിയത്തില്ല. കർവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏതാ നമുക്ക് ഇതിട്ട് നോക്കാം. ഇത് തന്നെ കളർ ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് മേടിച്ചത് എത്ര? 23,000 സംതിങ് ആണ്. നമുക്കൊരു 30,000 ഇടാം. നോക്കാം ഗൈസ് ഏത് വണ്ടി ഞാനെടുത്ത് സെയിലിനിട്ടത്. ഇത് തന്നെയാ, അബദ്ധം പറ്റിയില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഇതെന്നാലും തുടയ്ക്കാം. എന്നിട്ട് ഇത് വിറ്റിട്ട് വേണം നമുക്ക് ഇതിന് പോകാൻ, ഓപ്ഷന് പോകാൻ. ഓപ്ഷന് പോട്ടെ, കാർ മാർക്കറ്റിൽ പോകാൻ. ഹീസ് ഒരു ഡോഡ്ജ് തപ്പി ഇറങ്ങുക ഞാൻ. എനിക്കൊരു ഡോഡ്ജ് വേണം. ഞാൻ എനിക്ക് ആ ഓടി വിൽക്കാൻ ഒരു ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ടാണ് നമുക്ക് ഞാൻ ഒരു ഐഡിയ അതുകൂടെ വിൽക്കാൻ പോവുക. നമുക്ക് ഇനി ഇത് വെറുതെ നല്ല വണ്ടി കിട്ടത്തില്ലെന്ന് എനിക്ക് അറിയാം, പക്ഷേ സീനില്ല. ഒരാൾ വന്നിട്ടുണ്ട്. നമുക്കേ പെട്ടെന്ന് ഈ മറ്റേ വണ്ടി പോയി 1 ലക്ഷം രൂപയ്ക്ക് ഇട്ടിട്ട് വരാം. അധികം സമയം നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ലല്ലോ. ഞാൻ ഒട്ടും അത് താല്പര്യമില്ലാതിരുന്നാണ്. എനിക്ക് വേറെ വഴിയില്ല. ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഇട്ടാൽ സുഖിച്ച് വിറ്റ് പോകുള്ളൂ.
റേസ് കിറ്റ് ടർബോ എല്ലാം ഉള്ള വണ്ടിയാണത്. വെയിറ്റ് വന്നിട്ട് എത്രയാ 30,000 തരാൻ പറ്റും. ഇപ്പം തന്നേക്കാം വണ്ടി. അതുകൊണ്ട് ആ വണ്ടി പുള്ളി ആ പറഞ്ഞ വിലയ്ക്ക് വിട്ടുകൊണ്ട് പോയി. ഇത് 1,00,000 രൂപയ്ക്ക് ഇതൊക്കെ വിൽക്കാൻ കഴിച്ചു. ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്ക് വണ്ടിയുടെ ഒരു വൃത്തി കണ്ടിട്ടോ അവർ വില തരും. ഇതവർ കാണുമ്പോൾ വില തുരുമ്പിച്ച് വണ്ടിയാന്ന് ഓർക്കുള്ളൂ. ഇത് എനിക്ക് വിൽക്കാൻ ഒരു താല്പര്യമില്ല. നമ്പർ പ്ലേറ്റ് വരെ കണ്ടില്ലേ നിങ്ങൾ? ഇതിൻ്റെ ഈ ഒരു ബോഡി ഞാൻ മാറ്റിയതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബോഡി ഇങ്ങനെ അല്ലായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ബോഡിയൊക്കെ വേറെ രീതിയിലാണ് ഇരുന്നത്. അത് കണ്ടാൽ തന്നെ ഉറപ്പാകുമായിരുന്നു. ഞാനിത് ഫുള്ള് മോഡിഫൈ ചെയ്തിൻ്റെ പോളിഷ് എല്ലാം കൂട്ടിയിട്ട് വണ്ടിയാണ് ചെയ്തത്. ഒരു റൂഫില്ലാത്തൊരു വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച വണ്ടി. ഇത് ഞാൻ വിറ്റ ഗതികേടാണ് എനിക്ക് വന്നത്. സാരമില്ല കേസ്, എനിക്കൊരു ഡോഡ്ജ് മേടിക്കാനാണ്. ഞാൻ അതിനാണ് ഈ കൊതിച്ചിരുന്നത്. പറഞ്ഞ കാര്യമില്ല, കളറിൻ്റെ ഒരാളും വരുന്നില്ലല്ലോ. XP എത്രയായി കേസ്? 91. XP 91 ആയാണ്. നമുക്ക് സീനില്ല. വണ്ടി ആണെങ്കിൽ സ്കില്ല് പുള്ളിക്ക് മേടിച്ചാൽ കൊടുത്തേക്കാം. പുള്ളി കടന്ന് വണ്ടി കഴിയട്ടെ. ഈ കാർ മാർക്കറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ചെല്ലാൻ പറ്റും. ഒരു വണ്ടി നമുക്ക് ഇപ്പോൾ കാർ മാർക്കറ്റിൽ പോയിട്ട് വരാം. വണ്ടി ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നാൽ പോരെ. ഞാൻ ഇടയ്ക്ക് എന്തിനാ ഈ നെയ്ബർഹുഡിലോട്ട് വരുന്നത്? 83 രൂപയുണ്ടേ. 83 ഇപ്പം 93 ആവുമെന്ന് 73 ആയി. ഞാൻ പറഞ്ഞില്ലേ ഈ നേരെ കേസ് നല്ല വണ്ടിയുള്ളേ. ഓക്കെ, ഇതൊരു പോർഷ് നടപ്പുണ്ട്. ഇതിന് എത്രയായി? വേണ്ട, ഞാൻ നോക്കിയത് ഇതാ വണ്ടി. കഴിഞ്ഞിട്ട് ഏതൊരു പൊട്ട വണ്ടി വരുന്നുണ്ടല്ലോ. ലോഡ് 20 വേണ്ട. ഞാൻ ഇവിടെ മിനി കൂപ്പർ ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ വില വെച്ചാണ്. ഇതാണ് ആള് കളിക്കുന്നത്. ഡോഡ്ജ്. അയ്യോ, 94,000 രൂപ. ഗൈസ് നമുക്ക് പെട്ടെന്ന് ഒരു വണ്ടി വിറ്റ് നമുക്ക് ഇത് മേടിക്കാൻ പറ്റും. ഇതൊരു ഡോഡ്ജാണ്. ഞാൻ ഒന്നും മേടിക്കുന്നില്ല നിലവിൽ. ഈ മിനി കൂപ്പറിന് എത്രയായി? എനിക്ക് ആ ഡോഡ്ജ് തന്നെ മതി. ആ കടയിൽ ആൾ വരാത്താണല്ലോ. നമുക്ക് ചുമ്മാ ഈ കാറ് കഴുകി കൊടുക്കാൻ ഗൈസ്. ചുമ്മാ ഇരിക്കല്ലേ. വേണ്ട, ഞാൻ ഈ ആള് വരുന്നില്ല. നമുക്ക് ചുമ്മാ ഈ ഡോഡ്ജ് ഒക്കെ തുടച്ചു കൊടുത്തേക്കാം. അവര് വില കുറയ്ക്കാൻ നോക്കാം ഗൈസ്. ഞാൻ ഈ ഡോഡ്ജ് ജസ്റ്റ് ഇവർക്കങ്ങ് കഴുകി തുടച്ചു കൊടുക്കാൻ പോവാണ് ഗൈസ്. തുടച്ച് അന്നേരം ഒരു വില കുറച്ച് വരുമെന്ന് എനിക്കറിയത്തില്ല. ഈ വണ്ടിക്ക് ഞാൻ ബാർഗൻ ചെയ്യാൻ മറന്നുപോയി. ക്ലീൻ ചെയ്ത വിലയ്ക്കായി പൈസ ഒന്ന് കുറച്ച് തന്നാൽ മതി. വണ്ടിയും ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ചേട്ടാ ഇതിൻ്റെ വില എത്രയാ പറയുന്നത്? 94,000. നമുക്ക് ബാർഗൈൻ ചെയ്ത് നോക്കാം. ഒരു 80,000 രൂപയ്ക്ക് തരുമെന്ന് ചോദിക്കാം. അതിൽ കൂടുതൽ എൻ്റെ കാശില്ല ഗൈസ്. 80,100. ഇതിൽ കൂടുതൽ കുറയ്ക്കാൻ എൻ്റെ കാശില്ല. ഇല്ല ഗൈസ്, ആ കടയിൽ ആള് വരുന്നില്ല. അതാണ് പ്രശ്നം. ഇനി അതാ വണ്ടി ഇത് വണ്ടി ചുമ്മാ നോക്കാൻ വണ്ടിയാണ്. മറ്റേ വണ്ടി വിട്ടുപോയെങ്കിൽ തോന്നുന്നില്ല. ഈ വണ്ടിക്ക് 3,00,000 രൂപ. എന്താ അവനെ ഈ വണ്ടി അതാ ഗൈസ്? ഇത് മൈക്രയാ അല്ലേ? അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഈ വണ്ടിക്ക് വരാൻ ചോദിച്ചില്ലല്ലോ. only 17,000. ഈ വണ്ടി വരെ ചോദിച്ചിട്ടുണ്ടോ? ഡോഡ്ജ് എപ്പോൾ വേണേലും നമുക്ക് കിട്ടും. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ ഈ വണ്ടി മേടിക്കാൻ പോവാണ്. ബാർഗൈൻ ചെയ്തൊരു 17,000, നമുക്കൊരു 16,000 ചോദിച്ചു നോക്കാം. അമ്മ നമുക്കൊരു എത്ര ഇട്ടേക്കുന്ന ഇവര്? 17,000.
വണ്ടി കിട്ടിയാ? ഞാൻ ഈ വാഷിന്റെ സ്പീഡ് എന്തോ കടയിൽ ആളൊന്നുമല്ലോ. ഇതിനാണ് ഞാൻ പറയുന്നത്, ആവശ്യമുള്ളപ്പോൾ ആള് വരുമല്ലോ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം. പെട്ടെന്ന് ആ വണ്ടി വിൽക്കാൻ പറ്റിയാൽ നമുക്ക് കിട്ടുന്ന വണ്ടി 90,000 കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ആ വണ്ടിയും വെക്കായിരുന്നു. 5:45 ആയതുള്ളൂ. ഇപ്പോൾ ഒരു സമയമുണ്ട്, വേഗം പോകും. ഞാൻ ഒന്നും നോക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് പോയി ആ വണ്ടി വിറ്റിട്ട് വരാം. ആ വണ്ടി കാണാം 2 പേര് വന്നിട്ടുണ്ടോ, ഒരു വേളല്ല. നമുക്ക് ആ ദീപിട്ട് ചോദിച്ചു നോക്കാം. പെട്ടെന്ന് വിൽക്കാൻ പറ്റി അത്രയും നല്ലതാണ്. 7 മണി വരെ അവിടെ സ്ഥലമുള്ളൂ. 65,000 പറയുന്നുണ്ട്. നിക്കേ, ഈ പുള്ളിയോ? ഈ പുള്ളി 63 പറയുന്നത്. ആ പുള്ളിയോ? ഞാനിത് വിട്ടു. ഇപ്പം നമുക്ക് വേഗം പോയി നമുക്ക് ആ മിനി കൂപ്പർ വല്ല മേടിച്ചിട്ട് വരാം. ടൈം കുറവാണ്, എന്നാലും അത് മേടിച്ചാൽ ഇന്നത്തെ വീട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. കാർ മാർക്കറ്റിൽ വേഗം പോകാൻ കഴിച്ചു. ഒരു വണ്ടി ഞാൻ പെട്ടെന്ന് ആ വണ്ടി വിൽക്കാൻ പറ്റിയതാണ്. ഇവിടെ മിനി കൂപ്പർ കിടപ്പുണ്ട്. അപ്പോൾ കേസ് ഞാൻ മിനി കൂപ്പർ മേടിക്കാൻ പോകാട്ടോ. നമുക്ക് 1 ലക്ഷം രൂപ ജോലി കിട്ടുക. എത്രയാണ് ഇതിൽ പറഞ്ഞത്? ഓക്കെ, 1,13,000 നമുക്കൊരു 1,00,000. അത് ഇത്ര കിട്ടില്ല. എന്തായാലും നോക്കിയെടുത്തേ. ഓക്കെ, വണ്ടി മേടിച്ചു. അപ്പോൾ ഇത് നമുക്ക് ഈ വണ്ടി ജസ്റ്റ് ഒന്ന് തുറച്ചെടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച വണ്ടി. സൗണ്ട് പൊളിയാണല്ലോ. നമ്മുടെ അടുത്ത പേഴ്സണൽ വണ്ടിയാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഈ ഒരു മിനി കൂപ്പർ കൈസ്. ഇത് ഞാൻ വിൽക്കൂല. ഇത് ഞാൻ വേറെ നല്ല വണ്ടി കിട്ടിയാൽ മാത്രം. മിനി കൂപ്പർ കിട്ടി നമുക്കേ. ഇത് ഓഫീസിൽ പോയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓഫീസിലാണോ? ഉണ്ടല്ലോ. നമുക്ക് ഈ വണ്ടി ഇവിടെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ വൈൻഡ് ചെയ്യാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.